ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അതിഥികളെ സൽക്കരിക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാകുന്നു. അതിൻ്റെ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയകുൽ ഖൈറൻ ഔ ലിയസ്മത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈ ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാളുടെ ബാധ്യതയാണ് തൻ്റെ അതിഥിയായി എത്തുന്ന ആളുകളെ ആദരിക്കുക എന്നത്. ഇക്റാമുൽ ലൈഫ്, അതിഥികളെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അത് വിശ്വാസികളുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട്ടിലേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ കടന്നു വന്ന സമയത്ത് ആ മലക്കുകൾക്ക് അദ്ദേഹം നൽകിയ സ്വീകരണം, അവർക്ക് നൽകിയ ഭക്ഷണമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതെ, അതിഥികളെ സൽക്കരിക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നൊരു കാര്യമാകുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.